അപ്പോൾ ശരിക്കും എന്താണ് ജനറേഷണൽ ട്രോമ? ഹീലിംഗിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ മീ, എന്തുകൊണ്ടാണ് എനിക്ക്. അപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ആൻസറാണ് ഇപ്പോൾ ഷിബ്ല ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഒരു കുട്ടി ജനിക്കുമ്പോൾ മോർ ദാൻ 300 to 400+ traits of your grandparents are already there. It's proven in science. ഇത് എൻ്റെ തിയറി അല്ല. അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആവാം, നമ്മളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ പാരൻസ് ആവാം, nth നമ്പർ മുതലുള്ള അവർ ക്യാരി ചെയ്യുന്ന പാറ്റേൺസ് ഇവർ മരിച്ചു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ കൂടെ തന്നെ അത് പോയി. അല്ല ഷിബ്ല. അപ്പോൾ ഈ വ്യക്തിക്ക് മാറണം എന്നാണ് ആഗ്രഹം. പക്ഷെ ആ മാറ്റം വളരെ ഫിയറിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയെങ്കിലും മാറണം, എനിക്ക് അച്ഛനെ പോലെ ആവണ്ട, എനിക്ക് അച്ഛനെ പോലെ ആവണ്ട. ദ മിനിറ്റ് യു സേ നോ ടു യുവർ മൈൻഡ്, അത് തന്നെ ആയിരിക്കും മൈൻഡ് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഷീ യൂസ് ടു ഹേറ്റ് ഹർ ഫാദർ സോ മച്ച്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ അതേപോലെ ആവുന്നു. ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് മൊമെൻറ്റ് മുതൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വിഷമമുള്ള ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യാൻ തുടങ്ങും. വിഷമമുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പ്രയാസമായിരിക്കും എല്ലാ സ്ഥലത്തും. കാരണം അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ഫീഡ് ചെയ്തിട്ടുള്ളത്. ഹലോ, വെൽക്കം ടു യു ഇൻ യു മൈൻഡ്ഫുൾ. നമുക്ക് ചില സമയത്ത് തോന്നില്ലേ, നമ്മൾ അനുഭവിക്കുന്ന ഒരു പെയിൻ അല്ലെങ്കിൽ സ്ട്രഗിൾ ഇത് നമ്മുടെ അല്ലല്ലോ, നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടും എവിടെയോ ബ്ലോക്ക് ഉണ്ടല്ലോ, എന്തോ ശരിയാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് ജനറേഷണൽ ട്രോമ കൊണ്ടാവാം എന്നാണ് സ്പിരിച്വൽ വേൾഡിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ലാംഗ്വേജിൽ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ജനറേഷണൽ ട്രോമ, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക നമുക്കങ്ങനെ ഒരു ജനറേഷണൽ ട്രോമ ഉണ്ട് എന്ന് നമുക്കെങ്ങനെ മനസ്സിലാവും, എന്താണ് അതിൻ്റെ സയൻസ്, എങ്ങനെയാണ് നമ്മളിതിനെ റിലീസ് ചെയ്യുക, എങ്ങനെയാണ് ആ ബ്ലോക്ക് മാറ്റുക, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് സംസാരിക്കാൻ പോവാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഗസ്റ്റിനെ വീണ്ടും വിളിച്ചിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്ത, എനിക്ക് ഒരുപാട് മെസ്സേജസ് കിട്ടിയ ഭൂമിയാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പം ഇതിന് മുമ്പ് എപ്പിസോഡ് കാണാത്ത ആൾക്കാർക്ക് ഹോളിസ്റ്റിക് ഒരു സ്പിരിച്വൽ ഹീലറാണ് ഭൂമി. അപ്പോൾ വീണ്ടും ഭൂമി വന്നിരിക്കുകയാണ്. വളരെ വളരെ സന്തോഷമുണ്ട്. ബിക്കോസ് ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു നമ്മുടെ മുന്നത്തെ എപ്പിസോഡിനുണ്ടായിരുന്നത്. ഒരുപാട് പേര് വീണ്ടും വിളിക്കണം, അതുപോലെ ഒരുപാട് ചോദ്യങ്ങളും ഞാനിതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും ചോദിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഭയങ്കര നല്ലതായിരുന്നു ലാസ്റ്റ് ടൈം വന്ന് സംസാരിച്ച്. ഒരുപാട് പേർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി എന്ന് അവർ പറഞ്ഞു. ഒരുപാട് പേര് കോണ്ടാക്റ്റ് ചോദിച്ചു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഏറ്റവും നല്ല റെസ്പോൺസ് കിട്ടിയ വൺ ഓഫ് ദ എപ്പിസോഡ്സ് ആയിരുന്നു അത്. ഭൂമിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അത്? എനിക്കും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇൻസ്റ്റഗ്രാം വഴി അല്ലാതെ വാട്സപ്പ് വഴിയെല്ലാം നേരിട്ട് കോൾ ചെയ്ത് എല്ലാം. അതിലത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് വളരെ സന്തോഷമായത് മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല ഒരു ലേഡി എന്നെ വിളിച്ചു. അതും തമിഴ്നാട്ടിൽ നിന്ന്, നോട്ട് ഈവൻ ഫ്രം കേരള. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അത് ഒരുപാട് ആളുകളിലേക്ക്, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരെന്നെ കോണ്ടാക്ട് ചെയ്തു. ഒരുപാട് താങ്ക് യു പറഞ്ഞു. പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും കൂടുതലായിട്ടുള്ള കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമി സംസാരിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റി. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു കമൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കും വളരെ സന്തോഷം തോന്നി. ഓരോ ആളുകളിലേക്കും അത് ഹെൽപ്പ് ആവുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ. തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര സന്തോഷമാണ്. തിരിച്ച് വിളിക്കാനും ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു ഫോർ കോളിംഗ് മീ ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ജനറേഷണൽ ട്രോമ അതെന്താണെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും ഒന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതായത് ഞാനെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. അതായത് എനിക്കങ്ങനെ ചൈൽഡ്ഹുഡിൽ ഞാനങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ട്രോമ ഇല്ല. എൻ്റേതായിട്ടുള്ള അങ്ങനെ ഒരു കാര്യം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ട് നടക്കണില്ല. എനിക്ക് എവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഞാൻ അറിയാത്തൊരു പെയിൻ ഉണ്ട്, ഞാൻ അറിയാത്തൊരു വെയിറ്റ് ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഇപ്പം ഞാൻ എൻ്റെ ഔട്ടൊക്കെ നടത്തുമ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് ജനറേഷണൽ ട്രോമ? സോ ജനറേഷണൽ ട്രോമ അല്ലെങ്കിൽ ആൻസിസ്ട്രൽ ട്രോമ എന്നൊക്കെ നമ്മൾ പറയുന്നത് രണ്ട് രീതിയിലാണ് നമുക്ക് പാറ്റേൺസ് അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ളൊരു ഇഷ്യൂസൊക്കെ വരുന്നത്. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ജനിച്ച കാലം മുതൽ ഈ നിമിഷം വരെയുള്ള നമ്മളുടെ ലൈഫിൽ നമ്മളുടെ പേരൻസ്, നമ്മളുടെ സ്കൂളിംഗ്, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ ജീവിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ, സറൗണ്ടിങ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ക്യാരക്ടർ, ബിഹേവിയർ, പേഴ്സണാലിറ്റി എല്ലാം ഷേപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ ഇഷ്യൂസിൽ നിന്നും നമ്മൾ പിക്ക് ചെയ്യുന്ന, അപ്പോൾ അതൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ പാരൻറ്റ് വഴക്ക് പറഞ്ഞതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ക്ലാസ്സിലെ ടീച്ചർ നമ്മളെ ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്തതാവാം കുട്ടികളുടെ മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് നെഗ്ലക്റ്റ് ചെയ്തതാവാം. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ നമ്മുടെ ലൈഫിലുള്ള ട്രോമകൾ, ഇതെല്ലാം നമ്മൾ അറിയാതെ
നമ്മളുടെ ഒരു പാറ്റേൺ, അതായത് ചൈൽഡ്ഹുഡിൽ നിന്നും നമ്മൾ ജനിച്ച് വളരുമ്പോൾ നമ്മൾ പോലും അറിയാതെ പിക്ക് ചെയ്യുന്ന ഓരോരോ പാറ്റേൺസ് ഉണ്ട്, ഓരോരോ റിക്കറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വഴി. ഇപ്പോൾ ചൂടുവെള്ളത്തിൽ വീണ അല്ല, കോൺഷ്യസ്ലി അല്ല. ഇപ്പോൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഷിബില എൻ്റെ വീട്ടിൽ വരുന്നു, ഞാനൊരു ഗ്ലാസ് വെള്ളം തരുന്നു, പക്ഷെ അത് ഇച്ചിരി ചൂടുള്ള വെള്ളമായിരുന്നു. അപ്പോൾ ഷിബില അത് പെട്ടെന്ന് നോക്കാതെ വെള്ളം കിട്ടിയെന്നുള്ളൊരു രീതിയിൽ അങ്ങ് കുടിച്ചു. അപ്പോൾ പെട്ടെന്ന് നാക്ക് പൊള്ളി. അപ്പം നെക്സ്റ്റ് ടൈം ചിലപ്പോൾ അതൊരു ആഫ്റ്റർ ഒരു 1 year ആവാം, ചിലപ്പോൾ ഒരു 10 years ആവാം, വീണ്ടും വെള്ളം കിട്ടുമ്പോൾ നമ്മളൊന്ന് കുടിച്ച് നോക്കിയിട്ടേ നമ്മൾ പിന്നെ ബാക്കി കുടിക്കുള്ളൂ. അതായത് അത് നമ്മൾ മനഃപൂർവ്വം കോൺഷ്യസ്ലി ഇപ്പോൾ ഈ ചൂടുവെള്ളം കുടിച്ചത് കാരണം പൊള്ളി എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നില്ല, പക്ഷെ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർഡാണ്. അപ്പോൾ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് പ്രിഡിക്ഷൻസ് വെച്ചിട്ടാണ്, പാറ്റേൺസ് വെച്ചിട്ടാണ്. സെയിം ലൈക്ക് AI പോലെ എന്ത് ഇൻഫർമേഷൻസ് അതിൽ കിട്ടുന്നോ അത് വെച്ചിട്ടാണ് അതൊരു പാറ്റേണായിട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ്, പ്രിഡിക്ഷൻ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുള്ള പാറ്റേൺസ് ഒന്ന്. അപ്പോൾ നമ്മളുടെ വിചാരം നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ബ്ലോക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി ഇഷ്യൂ, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ, ഇതെല്ലാം എന്തുകൊണ്ടാണ് എനിക്ക് വന്നേ, ഇതെവിടെ നിന്നാണ്, ഇതെന്തുകൊണ്ടാണ് ഞാനിതിൽ സഫർ ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഷിബില പറഞ്ഞ പോലെ അൺകോൺഷ്യസ് ആയിട്ട് എനിക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം, ഒരു ആങ്സൈറ്റി ഇഷ്യൂ, അല്ലെങ്കിൽ പെട്ടെന്നൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, അതും അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള, അതായത് ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാനൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാവും, അതായത് ജഡ്ജ്മെൻറ്റ് ഫിയർ. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. പക്ഷേ അങ്ങനെ ഒരു ഫിയർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആങ്സൈറ്റി എനിക്ക് വരേണ്ട കാര്യമില്ല, കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനായിട്ട് പിക്ക് ചെയ്ത ഒരു പാറ്റേൺ എൻ്റെ ഓർമ്മയിലോ അല്ലെങ്കിൽ എൻ്റെ ഇതിലോ ഇല്ല. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ നമുക്ക് ക്ലയൻസ് ആയിട്ട് വരാറുണ്ട്. അതായത് അവരുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഇഷ്യൂസോ അല്ലെങ്കിൽ വലിയ ട്രോമകളോ അല്ലെങ്കിൽ വലിയ മേജർ ആയിട്ടുള്ള ഇവൻസോ അല്ലെങ്കിൽ അങ്ങനെ അവർ ഓർത്തിരിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഭൂമി ഞാനിത് സഫർ ചെയ്യുന്നത്. അതായത് എല്ലാവരുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹീലിങ്ങിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ മീ, എന്തുകൊണ്ടാണ് എനിക്ക്. അപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ആൻസറാണ് ഇപ്പോൾ ഷിബില ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, അതായത് ജനറേഷണൽ ട്രോമ അല്ലെങ്കിൽ നമ്മളുടെ ഇതുപോലെയുള്ള ആൻസിസ്ട്രൽ ട്രോമ. നമ്മൾ പിക്ക് ചെയ്ത പാറ്റേൺസ്, അത് സബ് കോൺഷ്യസ്ലി നമ്മൾ പിക്ക് ചെയ്ത പാറ്റേൺസ്, അല്ലെങ്കിൽ നമുക്ക് ജനറേഷണലായിട്ടുള്ള നമ്മളുടെ പേരൻസ്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ മോർ ദാൻ 300 to 400+ traits of your grandparents are already there. It's proven in science. ഇത് എൻ്റെ തിയറി അല്ല. സോ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പറയും മാലാഖ കുട്ടി, ഒരു തെറ്റില്ലാത്ത കുട്ടിയില്ല. എല്ലാം നമ്മളുടെ ഒരു nth നമ്പർ ഓഫ് നമ്മുടെ ആൻസിസ്റ്ററിൻ്റെ പാറ്റേൺ മുതൽ നമുക്ക് വരാം. വാട്ട് ഈസ് ജെനറ്റിക്സ്? ഇറ്റ്സ് എ മെമ്മറി ഓഫ് യുവർ ബോഡി ആൻഡ് ജീൻസ്, റൈറ്റ്? അപ്പോൾ ഇപ്പോൾ ഷിബിലയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, ഷിബിലയുടെ മുടി മുത്തശ്ശിയുടെ പോലെ ഇരിക്കണേ, അല്ലെങ്കിൽ മുഖം അച്ഛൻ്റെ പോലെയാണ്, കളർ അമ്മയുടെ കിട്ടിയ. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം മെമ്മറിയാണ്, നമ്മുടെ ബോഡിയുടെ മെമ്മറിയാണ്. നമ്മളതിന് ജെനറ്റിക് സയൻറ്റിഫിക്കലി നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഗോ ത്രൂ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആവാം, നമ്മളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ പാരൻസ് ആവാം, nth നമ്പർ മുതലുള്ള ആരും ആകാം, നമ്മുടെ ലീനേജിലെ പെറ്റേണൽ ഓർ മെറ്റേണൽ ലീനേജിലെ അവർ ക്യാരി ചെയ്യുന്ന പാറ്റേൺസ്, ഇവർ മരിച്ചു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ കൂടെ തന്നെ അത് പോയി. അല്ല ഷിബില, അതിനൊരു എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഈ ഒരു സ്റ്റുഡിയോ ഒരു 100 അല്ലെങ്കിൽ ഒരു 200 years കഴിയുമ്പോൾ ഇവിടെ കാണില്ല, കാരണം ഈ ബിൽഡിംഗ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ബിൽഡിംഗ് പോകുമ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ മാത്രമേ പോകുന്നുള്ളൂ, ഇതിൻ്റെ എനർജി പോകുന്നുണ്ടോ? ഇത് പണിതിട്ടുള്ള കല്ല്, കട്ട, മണ്ണ്, ഇതെല്ലാം ഇവിടെ തന്നെ കിടക്കും. അതില്ലാണ്ടാക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. ഈ ബിൽഡിങ്ങിൻ്റെ മോഡലെല്ലാം നമുക്ക് പോകും, ഇതെല്ലാം പൊളിഞ്ഞു പോകും, ഇതെല്ലാം ഇടിഞ്ഞു വീഴും. പക്ഷേ ഇത് പണിതിട്ടുള്ള ആ ഒരു സാധനം, ബേസായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇല്ലാണ്ടാവാൻ പറ്റില്ല. ഇപ്പോൾ പൊടി, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ ആ കല്ല്, ഇതെല്ലാം ആ കല്ലായിട്ട് തന്നെ അവിടെ കിടക്കും. ബിൽഡിംഗ് മാത്രമേ നശിക്കുന്നുള്ളൂ, ആ എനർജി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ പേരൻസ്, നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ. ഇവർ മരിച്ചു പോകുമ്പോൾ ഇവരുടെ ബോഡി മാത്രം പെറിഷാവുന്നു, പക്ഷേ എനർജി എവിടെയും പോകുന്നില്ല. എനർജി cannot be created, neither be destroyed. It can transfer from one medium to another medium, in one form to other form. സോ ഇവർ പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ എൻ്റെ അമ്മയ്ക്ക് ഒരു പീപ്പിൾ പ്ലീസിങ് മെൻറ്റാലിറ്റി ഉണ്ട് എന്ന് വയ്ക്കുക. ആ പീപ്പിൾ പ്ലീസിങ് മെൻറ്റാലിറ്റി ഓട്ടോമാറ്റിക്കലി ഇഫ് ഷീ കുഡൻ ഹീൽ, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് തിരിച്ചറിഞ്ഞ് അത് റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ പറ്റിയിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ട്രാൻസ്ഫർ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ബോഡി മാത്രമേ പോകുന്നുള്ളൂ, എനർജി നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന വേ.
അതുപോലെ ഞാൻ ആദ്യമായിട്ട് ഇത് തിരിച്ചറിഞ്ഞത്, അതായത് ഈ ജനറേഷണലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ഇതിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് വളരെ കാലം, ഒരു 2010 ആ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് 2008-2007 കാലഘട്ടങ്ങളിൽ നമ്മൾ കോളേജിൽ പഠിക്കുവാണ്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലാണ്. അപ്പോൾ നമ്മളവിടെ ഒരു പ്രാവശ്യം നമ്മൾ എന്തോ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി എന്തോ ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പോൾ ഈ റൊട്ടി ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എപ്പോഴും ഉണ്ടാക്കാറ്. അപ്പോൾ അവൾ അന്ന് എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ നിന്ന് സൈഡിൽ, അതായത് ഈ സൈഡിലേക്ക് പോകും, ഈ സൈഡിലേക്ക് പോകും. അതായത് ഞാൻ അവിടെ നിന്ന് ഡാൻസ് കളിയാണ്. റൊട്ടി ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്ക് ചെരിയുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു, എൻ്റെ അമ്മ അങ്ങനെയാണ് ചെയ്യണത്. എൻ്റെ അമ്മ എപ്പോഴും ഈ സൈഡിലേക്ക് തിരിയും. അതായത് സാധാരണ ആൾക്കാർ റൊട്ടി ഉണ്ടാക്കുമ്പോൾ അവരവിടെ നിൽക്കും, റൊട്ടി മാത്രമേ കറക്കുള്ളൂ. ഇത് അമ്മ സൈഡിലേക്ക് ചരിഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ എന്നാൽ ചെറുപ്പത്തിൽ ഇത് കോൺഷ്യസ്ലി പഠിച്ചിട്ടില്ല, ഞാൻ കോൺഷ്യസ്ലി ശ്രദ്ധിച്ചിട്ടേ ഇല്ല. പക്ഷേ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എനിക്കൊരു അവസരം കിട്ടിയപ്പോഴും ആ സെയിം രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, ഇത് അമ്മ ഉണ്ടാക്കുന്ന പോലെയാണല്ലോ. എന്നാൽ ഞാനത് കോൺഷ്യസ്ലി പഠിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അത് നോക്കി നിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ പോലും അറിയാതെ മിറർ ന്യൂറോൺസ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ പാരൻസിൽ നിന്ന് പിക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിസ്ഫങ്ഷണൽ ഫാമിലീസ്, ഇപ്പോൾ ഹസ്ബൻഡും വൈഫും സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഫാമിലി, കുട്ടികൾക്ക് കൂടുതലുണ്ടാകും. ചൈൽഡ് ഹീലിങ്ങിനൊക്കെ ആൾക്കാർ വരുമ്പോൾ ചൈൽഡ്ഹുഡിലെ ഇഷ്യൂസ് എടുക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഹസ്ബൻഡും വൈഫും തമ്മിൽ, അവരുടെ അച്ഛനും അമ്മയും തമ്മിൽ ചെറുപ്പത്തിലെ വളരെ പ്രശ്നമായിരുന്നായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇൻസെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇവർ വളർന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇവർ ഇൻസെക്യൂർ ആയിരിക്കും എല്ലാ കാര്യത്തിലും. ഇവർക്കിപ്പോൾ നല്ലത് കിട്ടിയാലും ഇവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. അവർക്ക് ചിലവർ ഷെയിം ആൻഡ് ഗിൽട്ടായിരിക്കും ക്യാരി ചെയ്യുന്നത്. ചെറുപ്പത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കള്ളുകുടിയനായിട്ടുള്ള ഒരു അച്ഛൻ ഉള്ള ഒരു കുട്ടി, ആ കള്ളുകുടിയന് എത്ര റെസ്പെക്റ്റ് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കും. ഇപ്പോൾ വെള്ളം അടിച്ച് വഴിയിൽ കിടക്കുന്ന ഒരാൾക്ക് ഒരു റെസ്പെക്റ്റും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ മകന് എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, അവർ വളരെ ഇതായിരിക്കും, ഇൻസെക്യൂരിറ്റി വിത്ത് ജഡ്ജ്മെൻറ്റ്സ്. അതുപോലെ ഇവർക്ക് അവർ വേറെ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നതാണോ അത് അവർക്ക് ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ആണ്. അതായത് എനിക്കൊരു വില കിട്ടുമോ, എന്നെ മറ്റുള്ളവർ മാനിക്കുമോ? കാരണം എൻ്റെ അപ്പനെ ആരെയും മാനിച്ചിട്ടില്ല, അത് കണ്ടിട്ടില്ല. അപ്പം ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ അപ്പൻ്റെ സെയിം പാറ്റേൺ അങ്ങനെ തന്നെ പിന്തുടരും. ചില ആൾക്കാർ ഇത് മാറ്റാൻ ശ്രമിക്കും. അതായത് ഇത് ബ്രേക്ക് ചെയ്യണം. കാരണം അവരുടെ അപ്പൻ കള്ളുകുടിയനാണ്, അതുകൊണ്ട് അവരുടെ അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യണ്ട, എനിക്കതിനകത്തുനിന്ന് മാറ്റം വരണം എന്ന് പറഞ്ഞിട്ട് അവർ വർക്ക് ചെയ്യാൻ ശ്രമിക്കും. ഈ വർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴുള്ള പാളൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെ ഇൻസെക്യൂരിറ്റിയാണ്. ഇവർ ആക്ച്വലി ആ ഇൻസെക്യൂരിറ്റി ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് വരുന്നത്. അല്ലാതെ എനിക്കിത് മാറി എനിക്ക് നന്നാവാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ നിന്നല്ല. അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻഷനിൽ വ്യത്യാസമുണ്ട്. ആ ലാക്കും ഫിയറുമാണ് അവർ ഫ്രം ലാക്ക് ആൻഡ് ഫിയർ. അതായത് മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ല. ഇൻറ്റൻഷൻ എന്താണോ അത് ഭയങ്കര മാറ്ററാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ ഈ വ്യക്തിക്ക് മാറണം എന്നാണ് ആഗ്രഹം, പക്ഷെ മാറ്റം വളരെ ഫിയറിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയെങ്കിലും മാറണം, എനിക്ക് അച്ഛനെ പോലെ ആവണ്ട. ദ മിനിറ്റ് യു സേ നോ ടു യുവർ മൈൻഡ്, അത് തന്നെ ആയിരിക്കും മൈൻഡ് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മൈൻഡിന് ഒരു ശീലമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈൻഡ് ഇപ്പോൾ ഒരു പാറ്റേൺ കണ്ടുപിടിച്ചു. അതായത് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു രീതിയിൽ നിന്നും ഒരു പാറ്റേൺ അഡാപ്റ്റ് ചെയ്തു. അത് മാറ്റാൻ ഇച്ചിരി പണിയുണ്ട്. അത് മാറ്റാൻ പണിയെന്ന് വെച്ചാൽ മൈൻഡ്, ഞാൻ പറഞ്ഞല്ലോ, പ്രിഡിക്ഷൻ വെച്ചിട്ടാണ് ഒന്ന് വർക്ക് ചെയ്യുന്നത്. രണ്ട്, മൈൻഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡിന് പുതിയ ഒരു പാറ്റേൺ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഹീലിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിലീസിങ് ആയിക്കോട്ടെ ലെറ്റിംഗ് ഗോ ആയിക്കോട്ടെ, ഡിസ്കംഫർട്ടാണ്. കാരണം മൈൻഡിന് അത് പുതിയ കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഷിബ്ല സ്ഥിരമായിട്ടൊരു കഫേ പോകുന്നു. ആ കഫേയിൽ ഷിബ്ല വളരെ കംഫർട്ടബിളാണ്, വളരെ ഹാപ്പിയാണ്. ഒരു ദിവസം കഫേ തുറന്നില്ല, വേറൊരു കഫേയിൽ പോകണം. നമുക്ക് കുറച്ചൊരു ഡിഫിക്കൽറ്റി ഉണ്ടാവും. കാരണം സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ സ്പേസ് അല്ല, എല്ലാം മാറി എന്ന് പറയുന്ന പോലെ മൈൻഡിനും പുതിയ ഒരു കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടെൻഡൻസി റെസിസ്റ്റ് ചെയ്യും. അതാണ് ചേഞ്ചസ് ഡിഫിക്കൽട്ട് എന്ന് പറയണേ. അപ്പം മൈൻഡിന് അത് വേണ്ട. കാരണം എന്താണ്? അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് പ്രൊവൈഡ്സ് ഡിസ്കംഫർട്ട്. ആൻഡ് ഡിസ്കംഫർട്ടിൽ നിന്നും നമുക്ക് ആക്ച്വലി എന്താണ്, ഒന്നും ചെയ്യാൻ തോന്നില്ല. കാരണം നമുക്ക് ഇത് വേണോ വേണ്ടയോ ഡൗട്ട്സും കൺഫ്യൂഷൻസ് ഒക്കെ വരും. മൈൻഡിന് എപ്പോഴും കംഫർട്ട് വേണം. ബിക്കോസ് കംഫർട്ട് പ്രൊവൈഡ് സേഫ്റ്റി, ആൻഡ് സേഫ്റ്റി ഫീൽസ് ഫെമിലിയർ. സോ എപ്പോഴും ആ ഫെമിലിയാരിറ്റിയിൽ ഇരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഡിസ്കംഫോർട്ടിലാണ് ഗ്രോത്ത് എന്ന്. കംഫർട്ട് സോണിലല്ല ഗ്രോത്ത്, ഡിസ്കംഫോർട്ടിൽ. ബിക്കോസ് ഡിസ്കംഫോർട്ടിലേക്ക് വന്നാലേ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പഠിക്കുള്ളൂ.
കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ നമ്മൾ സ്റ്റാഗ്നൻ്റാണ്, യെസ്. നമ്മൾ അവിടെ തന്നെ ഇരുന്ന് പോകും, നമ്മൾ അവിടെ ആ ഒരു കംഫർട്ട് സോണിൽ അത്രയേ ഉള്ളൂ ഗ്രോത്ത്. അപ്പോൾ ജനറേഷണൽ ട്രോമാസ് എന്ന് പറയുന്നത് ഒരു വലിയ മേജർ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ അവര് ലൈഫിൽ. അവെയർ ആവാതിരിക്കുകയും ഹീൽ ചെയ്യുകയും ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ട്രാൻസ്ഫർ ആവുന്നത്, ട്രാൻസ്ഫർ ആവുന്നത് അല്ലേ? ഡെഫിനറ്റ്ലി യെസ്. ഓക്കെ, ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. ഞാൻ ഇതിൻ്റെ കൂടെ ചോദിക്കാനുള്ള ഒരു കാര്യം, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് എല്ലാ സമയത്തും ഷി വാസ് എ വെരി കൈൻഡ് ഓഫ് കുറച്ചൊരു ഡിഫറെൻറ്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ഇമോഷണലി അവൈലബിൾ ഒന്നും എല്ലാവർക്കും അവൈലബിൾ ഒന്നും ആവാത്ത കുറച്ചൊരു നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എപ്പോൾ സംസാരിക്കുമ്പോഴും നമ്മളടുത്ത് പറയാറുണ്ട് ആ കുട്ടിയുടെ അച്ഛൻ ഭയങ്കര അരഗൻ്റ് ആണ്, ഒട്ടും അടുക്കാൻ പറ്റാത്ത പോലെ ഇങ്ങനെ കറക്റ്റ്, അതായത് നമ്മളിപ്പം എന്തെങ്കിലും കോളേജിൽ നിന്ന് പ്ലാൻ ചെയ്താലൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ അതിനെല്ലാത്തിനും റീസൺ പറയാൻ ഷീ യൂസ് ടു ജസ്റ്റ് ഫ്രെയിം ഇറ്റ് ലൈക്ക് ഐ ഹെയ്റ്റ് മൈ ഫാദർ എന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു 3 years ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒരു 3 year എൻഡൊക്കെ ആയപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ തമ്മിൽ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ ഹാവ് എ സ്ട്രോങ് ഫീലിംഗ് ദറ്റ് ഐ എം ബിക്കമിങ് മൈ ഡാഡ്. ഞാൻ ഏറ്റവും, അതായത് ഷീ യൂസ് ടു ഹേറ്റ് ഹർ ഫാദർ സോ മച്ച്, പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ അതേപോലെ ആവുന്നു. അന്ന് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഐ വാസ് ഓൾസോ വെരി, നമ്മൾ ഇങ്ങനെയൊന്നും ഇത്രയും നോളജ് ഇത്ര അറിവൊന്നുമില്ല. പക്ഷേ ഐ വാസ് വെരി ക്യൂരിയസ്, എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാവുക? അതായത് നമുക്ക് നമ്മുടെ ഒരു പാരന്റിൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, നമ്മൾ മാറി നിന്നൊരു കാര്യം, ആവരുത് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ആയി പോകുന്നുണ്ട് എന്ന് അതെന്നെ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതിൻ്റെ മെയിൻ റീസൺ, എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ കാര്യം പറയാം. എൻ്റെ ഒരു ക്ലയൻറ്റ്, പുള്ളിക്കാരുടെ പപ്പ ദേഷ്യം വരുമ്പോൾ കതവും വാതിലും ജനലും എല്ലാം ദേഷ്യപ്പെട്ട് അടയ്ക്കും. അപ്പം ബാങ് ചെയ്യും ഡോറ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു സെഷനിൽ പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ചാൽ, ഭൂമി, എൻ്റെ മനസ്സിൽ ഏറ്റവും ഒരു ട്രോമയായിട്ട് എനിക്ക് കിടക്കുന്നത് ഇതുപോലെ ഒരു പ്രശ്നം പുള്ളിക്കാരിക്ക് വന്നപ്പം, പുള്ളിക്കാരിയുടെ ഫാമിലിയിൽ പുള്ളിക്കാരിക്ക് വന്നപ്പം പുള്ളിക്കാരി അതുപോലെ തന്നെ ബാങ് ചെയ്ത് അടച്ചു. അത് പുള്ളിക്കാരിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളിക്കാരിയോട്. കാരണം ഷിബ്ല പറഞ്ഞ പോലെ ഒരിക്കലും എനിക്ക് ഇങ്ങനത്തെ ഒരു വ്യക്തി ആവരുത്, അതായത് എൻ്റെ പപ്പയെ പോലെ ഇതുപോലെ എത്ര ദേഷ്യം വന്നാലും ബാങ് ചെയ്യരുത്. അതായിരുന്നു പുള്ളിക്കാരുടെ ഏറ്റവും വലിയൊരു കാര്യം. പപ്പയെ പോലെ ആവരുത്, പപ്പയുടെ ക്യാരക്ടർ പോലെ ഒരിക്കലും വരരുത്. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഷിബ്ല, നമ്മളിപ്പോൾ ഈ ഒരു കുട്ടിയുടെ കാര്യം തന്നെ എടുക്കാം. അതിൻ്റെ പപ്പ വാതിലടയ്ക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് തോന്നുന്നത് എന്താ? വളരെ ഡിസ്കംഫോർട്ടും ദേഷ്യവും ഇറിറ്റേഷനും. അതായത് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അവിടെ നടക്കുന്നത്. നമ്മളുടെ ലൈഫിൽ പിന്നീട് നമുക്കും ഡിസ്കംഫോർട്ടും ദേഷ്യവും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും വരുന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് ഏറ്റവും വെറുപ്പുള്ള, നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും ആദ്യം നമ്മൾ ചെയ്യുക. കാരണം അത് നമ്മൾ വളരെ ഇതായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ട്. കാരണം അത്രയും ഫസ്റ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ കുട്ടിയുടെ പപ്പ ഇങ്ങനെ വാതിലടയ്ക്കുന്ന സമയത്ത് ഒരു ഷോക്കായിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ്. സോ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് റിമെമ്പർ എവറിത്തിങ്. നമുക്ക് മൈൻഡിനെ കുറിച്ച് ഷിബ്ല, ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്, നമുക്ക് മൈൻഡ് എന്താണെന്നോ എങ്ങനെയാണ് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതെന്നോ ഒരു ഐഡിയയും സത്യം പറഞ്ഞാൽ ഇല്ല. ഫ്ലോ അത്ര അവിടെ നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് കേൾക്കും, ഇവിടെ നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് കേൾക്കും, എല്ലാം കൂടെ നമ്മൾ തന്നെ ഒരു ധാരണയിലെത്തി കുറേ കണക്ട് ചെയ്യും. അതിൽ കുറേ ശരിയായിരിക്കും, കുറേ തെറ്റായിരിക്കും. നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത്, യുവർ മൈൻഡ് ക്രിയേറ്റ്സ് എവറിത്തിങ്, മൈൻഡ് ഈസ് എവറിത്തിങ് എന്ന് പറയും. എല്ലാ കാര്യങ്ങളും മൈൻഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഈ കുട്ടി ഈ ഒരു ട്രോമയുടെ കാര്യം പറഞ്ഞ പോലെ പുള്ളിക്കാരി അത് കണ്ട് ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുള്ളത് അത് ആ ഒരു കാര്യത്തിലായിരിക്കും. അത് സ്ട്രോങ് ആയിട്ട് പുള്ളിക്കാരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർഡാണ്. അത് ഞാൻ പറയാം, മൈൻഡിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം, അപ്പോൾ കുറച്ചുകൂടെ അത് മനസ്സിലാവും. സ്റ്റോർഡാണ്. ഇത് സ്റ്റോറായി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ആ സെയിം കൈൻഡ് ഓഫ് ഒരു ഡിസ്കംഫോർട്ടോ പെയിനോ വിഷമമോ വന്നപ്പം ആ സെയിം പാറ്റേൺ ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുക. മൈൻഡിന് അതായിരിക്കും ഫസ്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുക നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക്. സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും കോൺഷ്യസ് മൈൻഡിലേക്ക് ആദ്യം വരുന്ന കാര്യം അടയ്ക്കുക, ദേഷ്യപ്പെടുക. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് തന്നെ, എൻ്റെ തന്നെ ഒരു ക്ലോസ് ഫ്രണ്ട്, അവൻ്റെ ഫാമിലിയിൽ അവൻ കേട്ടിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള, നമ്മൾ ചീത്ത വിളിക്കുമല്ലോ, അപ്പം ഇതായിട്ടുള്ളൊരു വേർഡ്, ഒരു കസ് വേർഡ് പോലെ, അങ്ങനെ ഒരു വേർഡ് അവന് വളരെ ട്രിഗറിങ് ആയിട്ടുള്ളൊരു വേർഡാണ്. അത് എവിടെ കേട്ടാലും അവൻ്റെ കയ്യിൽ നിന്ന് പോകും. എന്നാൽ ഞങ്ങളുടെ ഈ ഫ്രണ്ട് വളരെ കസ് വേർഡ്സ് വളരെ നോർമലി യൂസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലാതെ പുള്ളിക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളല്ല. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ വേർഡ് കേൾക്കുമ്പോൾ പുള്ളിക്കത് സഹിക്കാൻ പറ്റില്ല. അത് പണ്ടെപ്പോഴോ ആരോ പുള്ളിക്കാരൻ്റെ അമ്മയെ അങ്ങനെ ചീത്ത വിളിച്ചിട്ടുണ്ട്.
അത് വളരെ ഇതായിട്ട് ഇൻറ്റൻസ് ആയിട്ട് അത് തലയിൽ കയറി. എന്നാൽ ഇതിൻ്റെ കോമഡി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഫ്രണ്ടിനെ ഇപ്പോൾ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്തുകയോ ചെയ്താൽ ആദ്യം ഈ വേർഡായിരിക്കും പറയാം, ആദ്യം ഈ വേർഡായിരിക്കും പറയാം. ഇത് പൊതുവേ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ബിക്കോസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് അബ്സോർബ് എവറിത്തിങ്. ഇനി മൈൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു 3 തലങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ്. അതായത് നമ്മളിപ്പോൾ ഷിബില എന്നോട് സംസാരിക്കുന്നു, ഞാൻ ഷിബിലയോട് സംസാരിക്കുന്നു, നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു, ജഡ്ജ് ചെയ്യുന്നു, ഡിസിഷൻ മേക്ക് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് തല ചൊറിയണം, അപ്പം ഞാൻ ആ ഡിസിഷൻ എടുത്തിട്ടാണ് നമ്മൾ തല ചൊറിയുന്നത്. അതുപോലെ ഇപ്പോൾ വെള്ളം കുടിക്കണം, ഇതൊക്കെ ഡിസിഷൻ മേക്കിംഗാണ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്, അനലൈസിങ്, ക്രിട്ടിസൈസിങ്, ജഡ്ജിങ് ഇതെല്ലാം വരുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ്. സോ വി തിങ്ക് ദാറ്റ് വി ആർ അവർ കോൺഷ്യസ് മൈൻഡ്. ഇതാണ് ഞാൻ, ഇതാണ് ഭൂമി എന്ന് പറയുന്ന വ്യക്തി, ഇതാണെന്ന് വിചാരിക്കും. ജസ്റ്റ് 5% ഓഫ് യുവർ എൻറ്റയർ മൈൻഡ് മാത്രമേ കോൺഷ്യസ് മൈൻഡായിട്ട് നമുക്ക് ഉള്ളൂ. ഇത് പലരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. നമ്മുടെ വിചാരം ഞാൻ ഈ പറയുന്ന ഞാൻ, കാണുന്ന, കേൾക്കുന്ന, മനസ്സിലാക്കുന്ന ഞാനാണ് ഞാൻ. അല്ല, ഇത് നമ്മുടെ ഒരു കോൺഷ്യസ് മൈൻഡാണ്. ലെസ് ദാൻ 10, അതായത് 5% അത്രേ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉള്ളൂ. ബാക്കി അപ്പം നമ്മൾ വേറെ 2 കൂടി ഉണ്ടല്ലോ. അതിനകത്ത് ഒരെണ്ണം സൂപ്പർ കോൺഷ്യസ് ആണ്, ഒരെണ്ണം സബ് കോൺഷ്യസ് ആണ്. അപ്പം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഇപ്പോൾ പറഞ്ഞു. ഇനി സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, തേർഡ് സൂപ്പർ കോൺഷ്യസ് മൈൻഡാണ്. ബാക്കിയുള്ള നമ്മളുടെ 95% നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡിലാണ് എല്ലാം, അതായത് നമ്മൾ ജനിച്ചത് മുതൽ ഈ നിമിഷം വരെയുള്ള എവ്രിതിങ് നമ്മൾ ചെയ്തത്, കണ്ടത്, ഇപ്പം നമ്മുടെ ഒരു പെരിഫറി വിഷനിൽ കൂടെ പോയിട്ടുള്ളൊരു കാര്യം പോലും ഇറ്റ്സ് സ്റ്റോർഡ് നമ്മുടെ പിക്ചർ ക്ലാരിറ്റിയിൽ. അതായത് നമ്മുടെ ക്യാമറയിൽ ഒരു പിക്ചർ എങ്ങനെ പതിയുന്നു അതിനേക്കാൾ ക്ലാരിറ്റിയിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ബ്യൂട്ടിഫുള്ളി സ്റ്റോർഡാണ്. പക്ഷേ നമ്മളിത് കോൺഷ്യസ്ലി ഇത് എടുക്കുന്നില്ല, കാരണം സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഇത് സ്റ്റോർഡ്. അപ്പം നമ്മൾ വിചാരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോൾ ഒരു സ്റ്റോറേജ് യൂണിറ്റ് മാത്രമാണോ? ഒരിക്കലും അല്ല. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഷിബ്ല എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു, എന്നെ ഒരു കാര്യം പറഞ്ഞ് വിഷമിപ്പിക്കുന്നു. അപ്പോൾ ഇമീഡിയറ്റ്ലി ഈ ഒരു ഹാപ്പി ആയിട്ട് പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന ഞാൻ പയ്യെ എനിക്കൊരു വിഷമമാകും, അല്ലെങ്കിൽ ഒരു സങ്കടം, ഇൻസെക്യൂരിറ്റി ആയി. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇമ്മീഡിയറ്റ്ലി ആ ഒരു ബുദ്ധിമുട്ടാണ് വരുന്നത്. അതായത് ഞാൻ സയൻറ്റിഫിക്കലി ഇപ്പോൾ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ സാധാരണ ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഓരോ കൈൻഡ് ഓഫ് ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എനർജി, എനി കൈൻഡ് ഓഫ്, അത് തോട്ട്സ് ആവാം, ഇമോഷൻസ് ആവാം, എന്തും ആകാം, എല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം എന്നെ ഷിബ്ല വിഷമിപ്പിച്ചു, ഈ വിഷമം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇമ്മീഡിയറ്റ്ലി പതിഞ്ഞ് സബ് കോൺഷ്യസ് മൈൻഡ് നെക്സ്റ്റ് മൊമെൻറ്റ് മുതൽ വിഷമമായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ദിസ് ഇസ് ഹൗ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക്. വെറുതെ അങ്ങ് അബ്സോർബ് ചെയ്യുമല്ല, നമുക്ക് വെറുതെ കൊടുക്കാൻ പറ്റില്ല. 4 കാര്യങ്ങളാണ് മെയിനായിട്ടും സബ് കോൺഷ്യസ് മൈൻഡ് നോക്കുന്നത്. അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ പുറത്തേക്ക് ആക്സസ് ഉള്ളൂ, സബ് കോൺഷ്യസ് മൈൻഡ് അകത്താ, ഒന്നും കാണുന്നില്ല, ഒന്നും കളിയിൽ എൻഗേജ്ഡ് അല്ല, ഡ്രാമയിൽ എൻഗേജ്ഡ് അല്ല. കോൺഷ്യസ് മൈൻഡാണ് എല്ലാം കാണുന്നതും കേൾക്കുന്നതും ക്രിട്ടിസൈസ്. കോൺഷ്യസ് മൈൻഡാണ് ഡ്രാമയിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളത്. സോ കോൺഷ്യസ് മൈൻഡിനാണ് റിയാലിറ്റി ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും. കോൺഷ്യസ് മൈൻഡ് ഉടനെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇൻഫർമേഷൻസ് കൊടുക്കും. വെറുതെ എല്ലാം 4 കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ തോട്ട്സ്, ഒന്ന് നമ്മുടെ ഇമോഷൻസ്, ഒന്ന് നമ്മുടെ വേർഡ്സ്, ഒന്ന് നമ്മുടെ ജെസ്റ്റേഴ്സ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്. ഈ 4 കാര്യങ്ങളുടെ ഫ്രീക്വൻസി മാറിയാൽ എന്തും നമുക്ക് അട്രാക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഷിബ്ലി ഇപ്പം എന്നെ വിഷമിപ്പിച്ചു, ഒരു കാര്യം പറഞ്ഞാൽ എന്നെ ഒന്ന് ഇൻസെക്യൂർ ആക്കി. അപ്പോൾ എനിക്ക് ട്രിഗറുണ്ട്, എനിക്കത് വളരെ വിഷമമായി. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എൻ്റെ തോട്ട്സ് എന്തായിരിക്കും, ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ തോട്ട്സിൽ അയ്യോ എന്നാലും എന്നുള്ളൊരു ചിന്തയുണ്ടാവും. എന്നാലും ഇത് എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഷിബ്ലി ഇങ്ങനെ എന്നോട് ചോദിച്ചല്ലോ, പെരുമാറിയല്ലോ, ഇതായിരിക്കും എൻ്റെ തോട്ട്സിൽ റൺ ചെയ്യുന്ന എനർജി. ഇമോഷൻസ് എന്തായിരിക്കും, ആ ഒരു ഇൻസെക്യൂരിറ്റി, ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഡിസ്കംഫർട്ട് എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മുടെ വേർഡ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷിബില അങ്ങോട്ട് മാറി, അപ്പോൾ എന്നാലും ഷിബില എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നാലും ചെയ്തു, എന്നാലും ഇങ്ങനെയാണ്, ഇതായിരിക്കും ഞാൻ പറയുന്ന വേർഡ്സ്. എൻ്റെ ജസ്റ്റേഴ്സ് ആണെങ്കിലോ എന്നാലും അങ്ങനെയല്ലേ, എന്നാലും പിരികം ചുളിക്കും, നമ്മളെ തല താഴും, നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതാകും. അപ്പോൾ പല രീതിയിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറി. ഈ 4 കാര്യങ്ങളും സെയിം ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉടനെ തന്നെ പ്രോഗ്രസ് കാർഡ് എടുത്ത് ഇറങ്ങും. ഫസ്റ്റ് തന്നെ നമ്മുടെ തോട്ട്സ് നോക്കും. തോട്ട്സിൽ എന്താണ്, തോട്ട്സ് ഓക്കെ ആണോ? അല്ല, തോട്ട്സ് ഓക്കെ അല്ല, ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിബ്ല പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രിഗറാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമോഷൻസോ ഒട്ടും
ഹാപ്പി അല്ല, ഇൻസെക്യൂർ ആണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് വിഷമമുണ്ട്, എൻ്റെ വേർഡ്സും അതുപോലെ തന്നെ എൻ്റെ ജസ്റ്റേഴ്സും മാറി. 4 കാര്യം ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു പെയിൻ, ഡിസ്കംഫോർട്ട്, വാട്ടെവർ, ഇമ്മീഡിയറ്റ്ലി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അതാണ് ഇൻഫർമേഷൻ. അതാ എനർജറ്റിക്കലി ഇൻഫർമേഷൻ പോകുന്നത്. ഷീ ഈസ് അൺഹാപ്പി, ഷീ ഈസ് നോട്ട് റിയലി സെക്യൂർ, ഷീ ഈസ് ഫീലിംഗ് സം കൈൻഡ് ഓഫ് ഒരു ബുദ്ധിമുട്ട്, ഡിസ്കംഫോർട്ട്. ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് മൊമെൻറ്റ് മുതൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വിഷമമുള്ള ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യാൻ തുടങ്ങും. വിഷമമുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പ്രയാസമായിരിക്കും എല്ലാ സ്ഥലത്തും. കാരണം അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ഫീഡ് ചെയ്തിട്ടുള്ളത്. സോ വാട്ട് എവർ യു ഫീഡ് ടു യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഫ്രം നെക്സ്റ്റ് സെക്കൻഡ് ഓൺവേർഡ്സ്, നോട്ട് ഈവൻ ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടല്ല, നെക്സ്റ്റ് സെക്കൻഡ് ഓൺവേർഡ്സ് സബ് കോൺഷ്യസ് മൈൻഡ് ആ കാര്യങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറ്റിക്കാം, ബ്രെയിനിനെ പറ്റിക്കാം. കാരണം ബ്രെയിൻ റിയലായിട്ട് ഇത് നടന്നോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല ബ്രെയിൻ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. 4 കാര്യങ്ങൾ നോക്കിയിട്ടാണ് മെയിനായിട്ട്. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട്, ഞാനൊരു സയൻറ്റിഫിക് ലാംഗ്വേജ് ഉപയോഗിക്കാതെ വളരെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ നോക്കിയിട്ടാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ലൈക്ക് ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. ദാറ്റ് ഈസ് ട്രൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഈ സെയിം കാര്യം, ഞാൻ ഇവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഷിബിലയിൽ നിന്നും ഉണ്ടായി, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, ഞാൻ ഇരിക്കുമ്പോൾ ഉള്ളിൽ, അതായത് തോട്ട്സും ഇമോഷൻസ് എനിക്ക് ഓട്ടോമാറ്റിക്കലി മാറ്റാൻ പറ്റില്ല, അത് തനിയേ വരും. പക്ഷെ ഞാനപ്പം ഇല്ല, ചിരിച്ചിട്ട് അങ്ങിരിക്കുകയാണ്, വളരെ സന്തോഷമായിട്ട്, വളരെ ഹാപ്പി ആയിട്ട്. അതായത് ഉള്ളിൽ വളരെ ഇൻസെക്യൂർ ആണ്, പക്ഷെ പുറത്ത് ഞാൻ കുറച്ചുകൂടെ, അതായത് നമ്മളുടെ വളരെ സിമ്പിൾ ചെറിയൊരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മളുടെ ഈ ഐബ്രോസ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് അങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ മൂഡ് മാറും കുറച്ച് കഴിയുമ്പോൾ. ബിക്കോസ് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളെപ്പോഴും, അല്ലെങ്കിൽ സർപ്രൈസ് ആകുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഇമോഷൻ ഫേസിൻ്റെ ജസ്റ്റേഴ്സ് എന്താണ്, ഐബ്രോസ് ഇതാകും, കണ്ണ് കുറച്ച് വലുതാവും, നമ്മുടെ ചുണ്ട് താഴത്തേക്കായിരിക്കില്ല, മേലിലേക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ജസ്റ്റർ നമ്മൾ കുറച്ച് നേരം ഇത് ചെയ്യുമ്പോഴത്തേക്കും യുവർ ബ്രെയിൻ എന്താ ഫീൽ ചെയ്യുന്നത്, ഷീ ഈസ് ഓക്കെ, പുറത്ത് ഓക്കെയാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ആ ഒരിത് ഇമ്പാക്റ്റ് കൊടുക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കോൺഷ്യസ് മൈൻഡ് കൊടുക്കുന്ന ഇൻഫർമേഷനിൽ ഉള്ള ഇൻറ്റൻസിറ്റി കുറയും. കാരണം തോട്ട്സും ഇമോഷൻസും മാത്രമേ ഉള്ളൂ ഇൻസെക്യൂർ ആയിട്ട്. വേർഡ്സ് ഞാൻ പറയൂ, ഇല്ല ഷിബില കുഴപ്പമില്ല, ഷിബില നല്ലതാണെങ്കിലും പകുതി ഓക്കെയാണ്. അപ്പോൾ പകുതി അത് നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ പറയൂ, അതായത് ഇപ്പോൾ മാനിഫെസ്റ്റേഷനിൽ തന്നെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഇത്. അതായത് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളൊരു കമൻറ്റാണ്, യു ബിലീവ് ദാറ്റ് യു ഓൾറെഡി ഹാവ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഭൂമി അതൊരു കള്ളത്തരല്ലേ. അതായത് ബിലീവ് ചെയ്യുന്നത്, അതായത് എനിക്കില്ലല്ലോ, ഫോർ എക്സാമ്പിൾ ഐ നീഡ് എ മെഴ്സിഡീസ്, അപ്പോൾ മെഴ്സിഡീസ് ഉണ്ടെന്ന് ബിലീവ് ചെയ്യാൻ നമ്മൾ പറയും. അപ്പോൾ പറയും അതിലൊരു കള്ളത്തരം ഉണ്ടല്ലോ, കാരണം എനിക്ക് ശരിക്കും ഇല്ലല്ലോ ഭൂമി. സോ ഐ ഓൾറെഡി ഹാവ് ഇറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ കൈൻഡ് ഓഫ് ലൈ, അതൊരു കള്ളമാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട ഒരു കാര്യം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ, അതായത് യുവർ വോൺസ് ആൻഡ് നീഡ്സ് വെച്ചിട്ടല്ല നമുക്ക് സംഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെ ഐഡൻറ്റിറ്റി ആൻഡ് യുവർ കപ്പാസിറ്റി ടു ഹോൾഡ്. സോ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് ഇല്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി ഈസ് ലാക്ക്. യെസ്, മനസ്സിലായി. പക്ഷെ എനിക്ക് ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ യുവർ ഐഡൻറ്റിറ്റി ഈസ് അബണ്ടൻസ് ആൻഡ് ദ കപ്പാസിറ്റി ടു ഹോൾഡ്. അതിന് നമ്മൾ വർക്ക് ചെയ്യാനുണ്ട്. കാരണം നമ്മൾക്കിപ്പോൾ ഒരു സാധനം നമ്മൾ റെഡിയാണോ അത് അല്ല, അതായത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റണം ആദ്യം, എനിക്ക് ഇത്ര ഉൾക്കൊള്ളാൻ പറ്റും, ഇപ്പം എനിക്കൊരു പ്രൈവറ്റ് ജെറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എൻ്റെ കയ്യിൽ പൈസയില്ല, പക്ഷേ എനിക്ക് അതിനും സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു കപ്പാസിറ്റി. അപ്പോൾ ആ കപ്പാസിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോധ്യം വേണം നമുക്ക് എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി, യു ഷുഡ് ഹാവ് ക്ലാരിറ്റി. അപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് മെഴ്സിഡീസ് ആണ് വേണ്ടത്, മെഴ്സിഡീസിൻ്റെ ഏതാ വേണ്ടത്, എനിക്കൊരു GLS എഡിഷനാണ് വേണ്ടത്, ഒരു ബ്ലാക്ക് കളറാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിനകത്ത് വളരെ ക്ലാരിറ്റി ഉണ്ട്, ആ എഡിഷനാണ് അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് കളറാണ്, ഈ ഒരു ബ്രാൻഡാണ് എന്നുള്ളത് എനിക്കറിയാം. ഇനി ആൾക്കാർ ചെയ്യുന്നൊരു മണ്ടത്തരം, ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിലുള്ള മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വളരെ അഡമൻ്റായിട്ട് എനിക്കിത് കിട്ടിയേ പറ്റൂ, എനിക്ക് നെക്സ്റ്റ് ഡിസംബറിന് മുൻപ് എനിക്കിത് വേണം. അപ്പോൾ അവിടെ ഒരു ഫോഴ്സ്ഡ് ഔട്ട്കം, അവിടെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, മാൻഡേറ്ററി. അപ്പോൾ ഒരു അതോറിറ്റിയാണ് അവിടെ വരണത്, എനിക്ക് കിട്ടണം. No, you should surrender. You should have clarity of what you want in your life, plus you should surrender. നമ്മൾ യൂണിവേഴ്സിലേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു സാധനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാനത് ഫുള്ളി ഓപ്പണായി യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുന്നു. എനിക്കവിടെ ക്ലാരിറ്റി ഉണ്ട്, എന്നാൽ അഡമൻസി ഇല്ല.
നെക്സ്റ്റ് നമ്മൾ ഫീലാണ്, നമ്മുടെ ഫീൽ. അതിനകത്താണ് ഇപ്പം ഈ പറഞ്ഞ കാര്യം, മൈൻഡിൻ്റെ കാര്യം വരുന്നത്. ആ ഫീൽ എന്ന് പറഞ്ഞാൽ എനിക്കിത് ഓൾറെഡി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്താ ആ കപ്പാസിറ്റി ഉണ്ട്. അല്ലാതെ നമുക്കങ്ങനെ വെറുതെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം എനിക്കിത് ഉണ്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ എനിക്കത് പറ്റുമോ പറ്റില്ലേ എന്നുള്ളൊരു ഡൗട്ടിലാണ് അവരിയ്ക്കുന്നത്. അപ്പം ഏറ്റവും സിമ്പിളായിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ ഇഫ് ഐ വോണ്ട് ദാറ്റ് മെർസിഡീസ് ഇൻ മൈ ലൈഫ്, എൻ്റെയും ആ മെർസിഡീസിൻ്റെയും ഫ്രീക്വൻസി, ദ എനർജി ഷുഡ് ബി സെയിം ഫ്രീക്വൻസീസ് അട്രാക്ട്. അപ്പം ഞാൻ ആ ഫ്രീക്വൻസിയിലാണെങ്കിൽ മാത്രമേ എനിക്ക് ആ മെർസിഡീസ് എനിക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ മെർസിഡീസിൻ്റെ ഫ്രീക്വൻസിയിലാവണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു വഴിയാണ് യു ജസ്റ്റ് ബിലീവ് ഇറ്റ്, യു ഓൾറെഡി ഹാവ് ഇറ്റ് എന്ന്. അപ്പോൾ അതിന് പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ വേറെ സ്റ്റെപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കത് ഉണ്ടെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക, ഞാൻ വെറുതെ വിശ്വസിക്കുക. അപ്പോൾ എന്താ, ആ വിശ്വാസം വരുമ്പോൾ തന്നെ അവിടെ ഫ്രീക്വൻസി മാച്ച് ആവാൻ തുടങ്ങും. കാരണം ഞാൻ പറഞ്ഞല്ലോ, യൂണിവേഴ്സ് നമ്മൾ ശരിക്കും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല നമ്മളുടെ ബ്രെയിനിൽ ഓരോന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷിബിൽ ഒരു മൂവി കാണുന്നു, വളരെ ഇതായിട്ടുള്ളൊരു മൂവിയാണ്, അതായത് ട്വിസ്റ്റും ടേൺസും ഭയങ്കര പ്രശ്നമുള്ളൊരു മൂവിയാണ്. അപ്പം ഷിബിലൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവില്ല, ഈ വില്ലനൊന്ന് മരിച്ചിരുന്നെങ്കിൽ, വില്ലനെ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ ഒക്കെ. അപ്പോൾ നമ്മൾ സ്ട്രെസ്ഡാണ് ആ മൂവി കാണുമ്പോൾ, നമുക്ക് ദേഷ്യമാണ്. യുവർ ബ്രെയിൻ ഡസൻറ്റ് നോ ദാറ്റ് ദിസ് ഇസ് എ മൂവി മാൻ. ബ്രെയിനിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ അപ്പം തന്നെ വരുന്നത് യു ആർ ഇൻ ടെൻഷൻ, യു ആർ സ്കെയർഡ്. സോ അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഫുഡ് ശ്രദ്ധിക്കും, ഹെൽത്തി ഫുഡും വീഗൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ നോക്കാറില്ല. ദ മ്യൂസിക് വാട്ട് യു ലിസൺ, ദ മൂവീസ് വാട്ട് യു വാച്ച്, എല്ലാം. കാരണം നമ്മുടെ ബ്രെയിനിന് അറിയില്ല ഇതൊരു മൂവിയാണ്, സ്റ്റിമുലേഷൻസിലാണ്, ഫ്രീക്വൻസി എനർജിയിലാണ് ബ്രെയിൻ നോക്കുന്നത്. സോ യുവർ കോൺഷ്യസ് മൈൻഡ് അപ്പം തന്നെ പ്രോഗ്രസ് കാർഡ് എടുത്തിറങ്ങും. തോട്ട്സ് എന്താ, കൊല്ലണം, ആങ്കറാണ്, മനസ്സിലായി, അഗ്രസീവ്നെസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ട്രാപ്പിലായിരിക്കും, പ്രോബ്ലത്തിലായിരിക്കും. അപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡും ഉടനെ തന്നെ നമ്മുടെ ഇമോഷൻസ് നോക്കുമ്പോഴും ഇമോഷണലിയും നമ്മൾ വളരെ ദേഷ്യത്തിലും സങ്കടത്തിലും ആയിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്താ, നമ്മുടെ മൂവി കാണുമ്പോൾ പിടിക്കടാ, എടുക്കടാ, കൊല്ലടാ, ആ ഒരു ചിലപ്പോൾ ചില മൂവീസൊക്കെ കാണുമ്പോൾ നമ്മൾ കടിക്കും, നമ്മൾ ചിലപ്പോൾ സ്ട്രെസ്ഡ് ആവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. കാരണം നമുക്ക് മൈൻഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഐഡിയ നമുക്ക് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക, മുന്നോട്ടേക്ക് ഹീലിംഗ് ജേർണിയിലാണെങ്കിലും നമുക്ക് എളുപ്പമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്നാലേ നമുക്ക് ഈ ഒരു ജനറേഷണൽ ട്രോമ എങ്ങനെയാണിത് നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, ഇത് എല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സ്റ്റോർ ആവുകയാണ്. കാരണം നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് വരാൻ നമ്മളിത് അനുഭവിച്ചിട്ടില്ല, നമ്മൾ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ എവ്രിതിങ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ, ഷിബ്ല എന്ന് പറയുന്ന ഒരു വ്യക്തി ഷിബ്ലയുടെ ഗ്രാൻഡ് മദറിൻ്റെ വൂമ്പിലാണ് ജനിച്ചിട്ടുള്ളത്. ബിക്കോസ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, അത്രയും ഇമ്പാക്ട്സ് അവിടെ ഉണ്ട്, അത്രയും കണക്റ്റഡ് ആണ് നമ്മൾ നമ്മുടെ ആൻസസ്റ്റേഴ്സായിട്ടും നമ്മുടെ പേരൻസായിട്ടും എല്ലാം. അപ്പോൾ എനി കൈൻഡ് ഓഫ് പാറ്റേൺസ്, അപ്പോൾ നമ്മൾ വിചാരിക്കും ട്രോമ മാത്രമാണോ വരുന്നത്, ഇങ്ങനെ എന്താ പറയുക ജനറേഷണലായിട്ട് വരുന്നത് അല്ല. അതും വളരെ ബ്യൂട്ടിഫുൾ, അത് ആരും മെൻഷൻ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഇതൊരു ബാഗേജ്, നമ്മുടെ ആൻസസ്റ്റേഴ്സിൻ്റെ അടുത്തുള്ള ബാഗേജ്, അതായത് മോശം കാര്യങ്ങൾ, ഒരു പാല വിട്ട എല്ലാം വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും, അതായത് അവരുടെ സ്ട്രെങ്ത്തും നമുക്ക് വരും. പക്ഷേ ഇത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. കാരണം പോസിറ്റീവ് എനർജി അല്ല, നെഗറ്റീവ് എനർജിയാണ് കൂടുതൽ കണ്ടീജിയസ് ആയിട്ടുള്ളത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവാണ് നമ്മൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുള്ളൂ, നമ്മൾ പെട്ടെന്ന് ആ ഒരു ആക്ഷൻ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ മണി വളരെ പ്രശ്നമായിട്ടുള്ള ഒരു ഫാമിലി, നമുക്ക് പൈസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്, എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടും നമ്മളൊന്ന് പച്ച പിടിക്കുന്നില്ല, നമുക്ക് നന്നാവാൻ പറ്റുന്നില്ല. നമ്മളുടെ ഏതെങ്കിലും ഒരു ആൻസസ്റ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൻസസ്ട്രൽ ഒരു ഇന്റർകണക്റ്റഡ് സിസ്റ്റമാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും നമ്മളുടെ ഒരു ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ്, ആരെങ്കിലും ഇൻ അവർ ഫാമിലി ഹാസ് ഗോൺ ത്രൂ മേ ബി സിവിയർ പോവർട്ടി. സോ അത് ചിലപ്പോൾ ബാക്കിയുള്ളവരായിരിക്കണം എന്നില്ല ക്യാരി ചെയ്യുന്നത്, അതുകൊണ്ട് അതായത് ഇപ്പോൾ നമുക്ക് കിട്ടാനൊരു റീസൺ ഉണ്ട്. അതെ, ഇപ്പം എൻ്റെ ബ്രദറും ഞാനും, എൻ്റെ ബ്രദറിലും എനിക്കുണ്ടായിരുന്നൊരു വലിയൊരു ഇതായിരുന്നു. അതായത് ഞാൻ പൊതുവേ ശാന്ത സ്വഭാവക്കാരിയാണ് പൊതുവേ, അതായത് പെട്ടെന്ന് അങ്ങനെ ബഹളം വെക്കാറില്ല. പക്ഷേ
ഒരു സമയത്ത്, അതായത് എനിക്ക് തോന്നുന്നു ഞാനൊരു 15 വയസ്സിനൊക്കെ ശേഷമാണ് എനിക്ക് ആങ്കർ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അതിന് മുൻപ് വരെ അങ്ങനെ ദേഷ്യം, ബഹളം, അങ്ങനെ അതായത് റേസ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ വരാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറുമില്ല. പക്ഷേ ഒരു 15 ഇയേഴ്സ്, ഒരു 18 ഇയേഴ്സ് ആ ഒരു സമയത്തൊക്കെ വെച്ചിട്ട് എനിക്ക് എൻ്റെ ആങ്കർ ഞാൻ കണ്ടു. എന്തോ ഒരു റീസൺ, ഞാൻ ഓർക്കുന്നില്ല റീസൺ, പക്ഷേ വളരെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അവർക്ക് വിഷമമായെന്നുള്ള കാര്യത്തിലല്ല, എൻ്റെ സ്വഭാവം ഇതല്ലല്ലോ, എനിക്ക് ഇങ്ങനത്തെ ഒരു ദേഷ്യം എന്താ, അതായത് അത്രയും ദേഷ്യം വരേണ്ട കാര്യം എന്താ, ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ മനുഷ്യത്വത്താഴിൽ ഗംഗ പറയുന്ന പോലെ എന്താ എനിക്ക് പറ്റിയേ. അപ്പം ഞാൻ അങ്ങനെ ശരിക്കും ചിന്തിച്ചു, കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ട്രീറ്റ് ഇല്ല, അല്ലെങ്കിൽ അത്രയും ബഹളം, ഞാൻ അങ്ങനത്തെ ഒരു ഫിറോഷ്യസ് ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അന്ന് വളരെ കൈവിട്ടു. അപ്പോൾ എന്താണ് ഈ പ്രശ്നം, എന്താണ് ഈ കുഴപ്പം? സോ അന്നത് മനസ്സിലാക്കിയില്ല. പിന്നീടും ഇതുപോലൊരു 2-3 എപ്പിസോഡ് പിന്നെയും ലൈഫിൽ ഈ ആങ്കർ ഇഷ്യൂസ് ഉണ്ടായപ്പം ദെൻ ഐ അണ്ടർസ്റ്റുഡ് മൈ ഫാദർ, അതായത് പെറ്റേണൽ ലീനേജ് എല്ലാ ആണുങ്ങൾക്കും വളരെ ദേഷ്യമുള്ള ആൾക്കാരാണ്, ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കാര്യം ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള ആളായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ ഫാദറും വളരെ ദേഷ്യം, അതായത് ഭയങ്കരമായിട്ട് അഗ്രസീവ്നെസ് അല്ല, പക്ഷെ ദേഷ്യം, ആങ്കർ ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണ്. സോ എൻ്റെ കൂടെയുള്ള എൻ്റെ ബ്രദറിന് ഈ പ്രശ്നമില്ല. ആങ്കർ എന്ന് പറഞ്ഞൊരു സംഭവം അവനില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ കുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി വളരെ ഭാഗ്യവതിയായിരിക്കുമെന്ന്. കാരണം വളരെ ശാന്ത സ്വരൂപമാണ്. എത്ര ദേഷ്യപ്പെടേണ്ട കാര്യം വന്നാലും അവൻ അങ്ങനെ ദേഷ്യപ്പെടാറില്ല, അല്ലെങ്കിൽ അവൻ്റെ ടെമ്പർ പോവില്ല. അവൻ വളരെ കൂളായിട്ട് എല്ലാം എടുക്കും. അത് എനിക്കാണ് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിക്കും, എനിക്കെന്തുകൊണ്ടായിരിക്കും അത് കിട്ടിയത്, എനിക്കെന്താണ് ഇത്രയും ദേഷ്യം, എൻ്റെ ബ്രദറിന് അതില്ലല്ലോ. അപ്പോൾ ഓക്കെ, ഇത് ഫാമിലിയിൽ നിന്നും കിട്ടിയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ രണ്ടുപേർക്കും വരണ്ടേ. യു ആർ ദ പാറ്റേൺ ബ്രേക്കർ. നമുക്കായിരിക്കും ആ സ്ട്രെങ്ത് ഉള്ളത് ടു ബ്രേക്ക് ഇറ്റ്. ചിലവർ സിസ്റ്റം കീപ്പേഴ്സാണ്, അതായത് അവർ ആ ഫാമിലിയുടെ സെയിം ട്രേറ്റ് ആയിരിക്കും ക്യാരി ചെയ്യുക. അതായത് ഇപ്പോൾ എൻ്റെ ബ്രദർ ആണെങ്കിലും എൻ്റെ പേരൻസിൻ്റെ പോലെ കൂടി ചേർന്ന് പോകുന്ന രീതിയിൽ, അവർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ ഓക്കെ ആയിട്ടുള്ളത്. പക്ഷെ ഞാൻ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും റെബലാവും. അതെന്താ, ഇതങ്ങ് കേട്ടാൽ മതി, ഇതാണ് ഇവിടുത്തെ ശീലം, ഇതാണ് നമ്മുടെ ഫാമിലിയുടെ രീതി, ഇതാണ് സാധാരണ മനുഷ്യർ ചെയ്യുന്നത്. ഇല്ല, നമുക്കത് പറ്റില്ല. അപ്പോൾ നമ്മൾ അവരെ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്നൊക്കെ വിളിക്കാം. പക്ഷെ ആക്ച്വലി ലിറ്ററലി സ്പീക്കിംഗ് അവർക്കാണ് ആ സ്ട്രെങ്ത് ഉള്ളത്. ആ ഫാമിലിയിൽ റൺ ചെയ്യുന്ന, റെസനേറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ മോശമായിട്ടുള്ള മാച്ച് ചെയ്യാത്ത എനർജീസിനെ ബ്രേക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത്തും പവറും അവർക്കായിരിക്കും ഉണ്ടാവുക. സോ അതില്ലാത്ത ഒരാൾക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അവർ സഫറല്ലേ ചെയ്യുള്ളൂ. അപ്പം ഇത് പലവരും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇത് നമ്മളുടെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. എനിക്ക് ദേഷ്യമുണ്ട്, സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് ഉണ്ടാവുന്നതാണിത്. ഇപ്പോൾ വാള് കൊണ്ട് വെട്ടാൻ അറിയുന്നവൻ്റെ കയ്യിൽ വാള് കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഈ സ്ട്രെങ്ത് നമുക്കുണ്ടെന്ന് നമ്മളിൽ പലരും തിരിച്ചറിയുന്നില്ല. നമ്മളിതൊരു ബേർഡൻ ആയിട്ടാണ് എടുക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് നമ്മളതൊരു വിക്റ്റിമായിട്ട് മാറും. നമ്മൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ മോഡെന്ന് പറഞ്ഞാൽ വി വിൽ ബി എ വിക്റ്റിം. കണ്ടോ, അവർ കാരണം എൻ്റെ ലൈഫിൽ പ്രശ്നം ഉണ്ടായി, അവരിങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ സംഭവിച്ചു. അപ്പോൾ നമ്മൾ പോലും അറിയാതെ, അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് അല്ല, നമ്മുടെ അറിയാതെ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് എന്നാലും എനിക്കിത് വന്നല്ലോ, എനിക്കിത് പറ്റുന്നില്ലല്ലോ, വിക്റ്റിമായിരിക്കും. നമ്മളെപ്പോഴും വിക്റ്റിമായിരിക്കും. പക്ഷേ ആ വിക്റ്റിം മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മുടെ സ്ട്രെങ്ത് തിരിച്ചറിയില്ല. ബിക്കോസ് നമ്മുടെ ബ്രെയിൻ അത് പിടിച്ചു, ഇതുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത്, ഇതാണ് കാര്യം, എനിക്കിനി വയ്യ, ഇതാണ് എൻ്റെ സ്വഭാവം, ഇതാണ് എനിക്ക് ഇത്രയ്ക്ക് പറ്റുള്ളൂ, എനിക്ക് കഴിവില്ല എന്നുള്ളൊരു ഇതിലേക്ക് ബ്രെയിൻ അത് അംഗീകരിച്ച് കഴിഞ്ഞു. തവണ റിപ്പീറ്റഡ് ആയി. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും നമുക്കിപ്പോൾ ഒരു ദേഷ്യത്തിൻ്റെ ഒരു ഇഷ്യൂ വരുമ്പോൾ, നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഞാൻ കൊള്ളില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് എത്ര ട്രൈ ചെയ്തിട്ടും സാധിക്കുന്നില്ല, എൻ്റെ ഈ സ്വഭാവം മാറ്റാൻ പറ്റുന്നില്ല. അത് ഇപ്പോൾ ഒരു ആങ്കർ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാ. അഡിക്ഷൻസ്, ഗിൽട്ട്, ഷെയിം, എന്ത് കാര്യവും ഇപ്പോൾ അഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് തോന്നും ഇതൊരു പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യത്തിൽ വരുന്നതാണല്ലോ അഡിക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അല്ല, യുവർ അഡിക്ഷൻ ഈസ് ആക്ച്വലി സ്ട്രോങ്ലി ലിങ്ക്ഡ് വിത്ത് ആൻ ഇമോഷൻ. നമ്മളുടെ ഒരു വലിയ ഇമോഷനായിട്ട് എപ്പോഴും ഈ അഡിക്ഷന് കണക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പിയർ പ്രഷറിൻ്റെ ഇതിൽ നമ്മളിപ്പോൾ സിഗരറ്റ് വലിച്ചു തുടങ്ങിയ ഒരാൾ, അപ്പോൾ ഈ വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പിയേഴ്സ് എല്ലാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ആ വ്യക്തി തുടങ്ങിയത്.
പക്ഷേ ഈ വ്യക്തിക്ക് ഇത് നിർത്താൻ പറ്റില്ല. ഇത് തുടങ്ങിയതിന് ശേഷം പിന്നെ ഇതിലേക്കൊരു ഇഷ്ടം തോന്നി, പയ്യെ പയ്യെ കൂട്ടുകാരൊക്കെ എപ്പോൾ കൂടുമ്പോഴും വലിക്കാൻ തുടങ്ങി, പിന്നെ അത് ഒറ്റയ്ക്ക് ഉള്ളപ്പോഴും വലിക്കാൻ തുടങ്ങി, പിന്നെ പാക്കറ്റ്സിൻ്റെ എണ്ണം കൂടി. അപ്പം നമ്മൾ വിചാരിക്കും ആ പിയർ പ്രഷറിൽ പോയി വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നതെന്ന്. ആക്ച്വലി അല്ല. ശരിക്കും ഇവരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ഒരു സ്ട്രോങ് ലാക്ക്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ, അതായത് ഒരു സ്ട്രോങ്ലി ഇമോഷൻസോ അല്ലെങ്കിൽ അവരുടെ ഒരു ട്രോമയായിട്ടോ വളരെ കണക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവർക്കത് നിർത്താൻ പറ്റാത്തത്. തുടങ്ങുന്നത് ചിലപ്പോൾ വേറെ റീസൺ കൊണ്ടാണെങ്കിലും കണക്ഷൻസ് ഒരുപാട്, അത് നമ്മൾ ഈ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാം കണക്റ്റഡ് ആവും. എല്ലാ ഡോട്ട്സും ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു പാറ്റേൺ ഇവിടെ നിന്ന് ഡെവലപ്പായി, അതുകൊണ്ടാണ് താങ്കൾക്ക് ഇത് നിർത്താൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഈ മണിയുടെ ഇഷ്യൂ ഉള്ളത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉള്ളത്. റിലേഷൻഷിപ്പിൻ്റെയൊക്കെ ഇഷ്യൂ ഒക്കെ മെജോറിറ്റി ഓഫ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആർ കമ്മിങ് ഫ്രം മെയിൻലി ഫ്രം ആൻസെസ്റ്റേഴ്സ് ആൻഡ് സ്റ്റഫ്. ബിക്കോസ് നമ്മൾ ചെറുപ്പത്തിലെ മുതൽ കാണുന്നത് എന്താ, നമ്മുടെ പേരൻസിൻ്റെ ലൈഫാണ്. അപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ ലൈഫ് അത്രയും ഹാപ്പി ആയിട്ടുള്ളതായിരുന്നോ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഓരോരുത്തർ ആലോചിച്ച് നോക്കൂ. അവരുടെ കുറേ ട്രേഡ്സ്, അവരുടെ ഇൻസെക്യൂരിറ്റീസ്. അപ്പം എൻ്റെ തന്നെ ഞാൻ നോക്കിയപ്പം ഒരു പ്രാവശ്യം എനിക്ക് മനസ്സിലായതാണ് പീപ്പിൾ പ്ലീസിങ്. ഞാൻ പോലും അറിയാതെ എനിക്ക് പീപ്പിൾ പ്ലീസ്. ഇപ്പം നമ്മൾ വിചാരിക്കും പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഷിബ്ലയിൽ നിന്നും എനിക്കൊരു കാര്യം വേണം, അതുകൊണ്ട് ഞാൻ ഷിബ്ലനെ പ്ലീസ് ചെയ്യുന്നു. അല്ല, അത് മാത്രമല്ല പീപ്പിൾ പ്ലീസിങ്ങിൽ വരുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പം ഷിബ്ല എൻ്റെ ലൈഫിൽ, അതായത് ചിലപ്പോൾ ഫിയർ ഓഫ് ലോൺലിനെസ് ആവാം, അല്ലെങ്കിൽ അബാൻഡൻമെൻ്റ് ആവാം. അപ്പോൾ ഷിബ്ല എൻ്റെ ലൈഫിൽ വേണം. ഷിബ്ല ഇപ്പോൾ എൻ്റെ അടുത്ത് വിളിക്കുവാണ്, ഭൂമി നമുക്ക് ഇന്നൊന്ന് പുറത്ത് പോവാം. പക്ഷേ ആക്ച്വലി ഞാൻ വളരെ ബിസിയാണ്. പക്ഷേ എന്നാലും എൻ്റെ വർക്കെല്ലാം ഇട്ടിട്ട് ഞാൻ ഷിബ്ലയുടെ കൂടെ വരും. കാരണം ഫിയർ ഓഫ് ലൂസിങ് യു. സോ എൻ്റെ അബാൻഡൻമെൻറ്റിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ അവിടെ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളത്. ഷിബ്ലയിൽ നിന്ന് എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. അപ്പം എൻ്റെ പല ലാക്കും ഫിയറും എൻ്റെ പാറ്റേൺസും നികത്താൻ വേണ്ടിയിട്ടും നമ്മൾ പീപ്പിൾ പ്ലീസ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പീപ്പിൾ പ്ലീസിങ് മെൻറ്റാലിറ്റി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് വഴക്കിട്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ എണ്ണിപ്പെറുക്കാൻ തുടങ്ങി. കുറേ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് വളരെ ഇതായിട്ട് വഴക്കിട്ടപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഇവൾക്ക് വേണ്ടി ഞാൻ എന്തോരം നിന്നിട്ടുണ്ട്, ഇത്രയൊക്കെ ചെയ്തതാണ്, എന്നിട്ടും അവൾ എന്നോട് ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ ചെയ്തല്ലോ. അപ്പോൾ ഒരു 3 days ഞാൻ എന്നിൽ തന്നെ വർക്ക് ചെയ്തു. ഉള്ളിലേക്കുള്ള ഒബ്സർവേഷനും കാര്യങ്ങളും, എന്തുകൊണ്ടാണ് എനിക്കെന്താ ഫീൽ ചെയ്യുന്നതെന്നൊക്കെ ഞാനിങ്ങനെ നോക്കിയപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ വലിയൊരു പീപ്പിൾ പ്ലീസർ ആയിരുന്നു ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി. അത് ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങിയപ്പോഴാണ് തിരിച്ചറിയാൻ തുടങ്ങിയത്. അതായത് ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ശരിയാണ്, അവൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷെ അതിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അവൾ എൻ്റെ ലൈഫിൽ വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നല്ലൊരു കൂട്ടുകാരി എനിക്ക് വേണം, ക്ലോസ് ആയിട്ടുള്ള ഒരാൾ വേണം. കാരണം അങ്ങനെ ഉണ്ടായിട്ടില്ല. ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് നിന്നിട്ടുള്ളത്. ഇൻഡിപെൻഡൻറ്റ് കിഡായിരുന്നു. വളരെ ഇൻഡിപെൻഡൻറ്റ് കിഡ് എന്ന് പറയുന്നത് വളരെ ഒരു പ്രൗഡായിട്ടല്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ പേരൻസിൻ്റെ കൂടെ അല്ല വളർന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇൻസെക്യൂരിറ്റീസ് ഒക്കെ കാരണം പീപ്പിൾ പ്ലീസിങ് അറിയാതെ ഉണ്ട്. സോ ഈ ഒരു ഫ്രണ്ടിൻ്റെ വഴക്ക് വഴിയാണ് എനിക്കത് മനസ്സിലായത്. അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ട് ആ ഫ്രണ്ടിന് ഒരുപാട് താങ്ക് യു പറഞ്ഞു. കാരണം ബിക്കോസ് ഓഫ് ഹെർ, ഈവൻ ദോ ഇറ്റ് വാസ് എ വെരി ബിഗ് ഫൈറ്റ്, ബിക്കോസ് ഓഫ് ഹെർ ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ ഉള്ളിലെ പീപ്പിൾ പ്ലീസിങ് എന്താണെന്ന്. ദെൻ നോക്കിയപ്പം മൈ മദർ, ഷീ ഈസ് എ ബിഗ് ടൈം പീപ്പിൾ പ്ലീസർ. മൈ ഗ്രാൻഡ് മദർ, അനദർ പീപ്പിൾ പ്ലീസർ. ദെൻ എൻ്റെ ഫാമിലിയിലെ മെറ്റേണൽ ലീനേജിൽ അമ്മയുടെ ഫാമിലിയിലെ ഓരോ ആൾക്കാരെ, ഓരോ സ്ത്രീകളെ എടുത്ത് നോക്കിയപ്പം എവ്രിബഡി ഈസ് എ പീപ്പിൾ പ്ലീസർ. എൻ്റെ കസിൻസ് മുതൽ. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ വ്യത്യാസം ഉണ്ടാവാം, പക്ഷേ അതുവരെയും പീപ്പിൾ പ്ലീസിങ് ആണ്. ഇപ്പോഴത്തെ ജനറേഷനിൽ നമുക്കറിയില്ല, അവർക്കും ഉണ്ടാവാം ഈ ഒരു പീപ്പിൾ പ്ലീസിങ് മെൻറ്റാലിറ്റി, ബിക്കോസ് ഇറ്റ് ഈസ് റണ്ണിങ് ഇൻ മൈ ഫാമിലി. സോ സംബഡി ഹാസ് ടു ടേക്ക് ദാറ്റ് ഇനിഷ്യേറ്റീവ് ടു വർക്ക് ഓൺ ദോസ് പാറ്റേൺ. ആ ഒരു പാറ്റേണിൽ ഒരാളെങ്കിലും തിരിച്ചറിഞ്ഞ് വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ വർക്ക് ചെയ്ത് എനിക്കല്ലേ മാറുള്ളൂ. ഇല്ല, ഫാമിലിയിൽ നിന്നും കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്ത് അത് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമ്മളെല്ലാവരിലേക്കും കാണാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്, ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലാവരിലേക്കും കുറയും. ഇനി കുറയാത്ത ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് ഫോൾ അപ്പാർട്ടാവും. കാരണം നമ്മളായിട്ട് പിന്നെ റെസനേറ്റ് ചെയ്യത്തില്ല, പറ്റില്ല, ഫ്രീക്വൻസി മാച്ച് ആവില്ല. സോ അല്ലാത്ത ആൾക്കാർ, ഇപ്പോൾ ഞാൻ മാറിയപ്പോൾ എൻ്റെ അമ്മയിൽ ഞാൻ കുറേ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. മനസ്സിലായോ? അതുപോലെ എൻ്റെ അപ്പയിൽ കുറേ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോൾ അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ ഇല്ലാതെ വരുന്ന ആൾക്കാരും ഉണ്ടാവാം. പക്ഷെ അതായത് അവരുടെ അപ്പം സ്റ്റബേൺ പാറ്റേൺ ആയിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാർ നമ്മളുടെ ലൈഫിൽ പിന്നെ ഫോൾ അപ്പാർട്ട്, അവർ പയ്യെ പയ്യെ മാറാൻ തുടങ്ങും. സോ ഈ ജനറേഷണൽ ട്രോമ എന്ന് പറയുന്നത് നമ്മൾ വളരെ നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ഇപ്പോൾ റൂട്ട് കോസസ് അറിയാമെങ്കിൽ
അതിനകത്ത് വേറൊരു കാര്യം ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിനോട് പറയുന്നതാണ്. ഇന്നലെയും കൂടെ ഒരാളോട് പറഞ്ഞതേ ഉള്ളൂ. അതായത് ചില ആൾക്കാർ സ്റ്റക്കാണ്. അവർക്ക് അറിയണം ഇതെവിടെ നിന്നാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ പാറ്റേൺ ഉള്ളത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹാബിച്വലായിട്ട് കള്ളം പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ആങ്സൈറ്റി വരുന്നത്. ഇവർക്ക് ഈ ഉത്തരം അറിഞ്ഞേ പറ്റൂ. നമ്മളുടെ ലൈഫിൽ നടന്ന ഒരു കാര്യമാണെങ്കിലല്ലേ നമുക്കത് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ പ്രീവിയസ് ജനറേഷൻസിൽ ഒരാൾ ഗോ ത്രൂ ചെയ്തിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നമുക്കറിയില്ല, നമ്മൾ അറിയണം എന്ന് പോലും ഇല്ല. സോ അറിയാമെങ്കിലും നമുക്കതിൽ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അറിയാതെ നമുക്കതെങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയുള്ള സമയത്ത് ഇപ്പം നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ എപ്പോഴും പറയുന്നത് ചെളി പറ്റി, ഇനി അത് എവിടെ നിന്ന് ഇപ്പം ഒരു പാമ്പ് കടിച്ചു, ആ കടിച്ച പാമ്പിൻ്റെ പുറകെ പോയി അതിനെ പിടിച്ചിട്ട് നീ എന്തിനാ എന്നെ കടിച്ചതെന്ന് ചോദിക്കാതെ പാമ്പ് കടിച്ചു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് നമുക്ക് എടുക്കാൻ പറ്റും, നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഹീലിംഗ് കുറച്ചുകൂടി ഈസിയാണ്. പക്ഷേ ഇത് എവിടെ നിന്ന് വന്നു, എന്തുകൊണ്ട് വന്നു, അവർക്ക് കഥ അറിയണം. അതിൽ തെറ്റൊന്നുമില്ല, ഓരോ ആൾക്കാരുടെ ഓരോ രീതിയാണ്. അപ്പോൾ അറിയണം എന്ന് വളരെ അഡമൻ്റ് ആയിട്ടുള്ളപ്പം ഈ ജനറേഷണൽ ട്രോമാസ് നമുക്ക് ഉത്തരം കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ആകാശിക് റെക്കോർഡ്, ഫാമിലി കോൺസ്റ്റലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ ചെയ്യുന്നത്. അപ്പം അല്ലാതെ ഉത്തരം കിട്ടാൻ പ്രയാസമാണ്, കാരണം നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇതിനെ ഒരു സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ട കാര്യമാണ്. നമ്മളുടെ ട്രോമയുടെ ഒരു നല്ലൊരു ശതമാനം പാറ്റേൺസും കമ്മിങ് ഫ്രം ജനറേഷണൽ ട്രോമ. എങ്ങനെയാണ് നമ്മളിതിനെ റിലീസ് ചെയ്യുക, എങ്ങനെയാണ് ഇതിന് പുറത്ത് വരിക, അത് കംപ്ലീറ്റ്ലി പോസിബിൾ ആണോ? അപ്പോൾ ഇനി എനിക്കിത് സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ക്വിറ്റ് ചെയ്യും. പക്ഷെ ക്വിറ്റ് അല്ല അവിടെ ചെയ്യേണ്ടത്. നമ്മളുടെ തോട്ട്സിൻ്റെയും ഇമോഷൻസിൻ്റെയും റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ അറിയില്ല. ഫോർ എക്സാമ്പിൾ, ഷിബ്ല ഇപ്പം നമ്മുടെ ജോലിയിലൊരു പ്രൊമോഷൻ കിട്ടി, അതിന് താങ്ക് യു പറയുന്നതും സാധാരണ ഒരു ശ്വാസം എടുക്കുന്നതിന് താങ്ക് യു പറയുന്നതും ബ്രെയിനിന് ഒന്നാണ്. താങ്ക് യു ഫ്രീക്വൻസി. സോ ആ അൽഗോരിതം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റേഷൻ വേണം. അവരാദ്യം തന്നെ ചെയ്യുന്ന കാര്യം I'm okay, I'm cool, nothing is happening for me. No, you are lying. Family constellation, we are walking through the map. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ ആ അച്ഛനെ നമ്മൾ കണ്ട് നമ്മുടെ അച്ഛൻ്റെ ആ പെയിൻ നമ്മൾ അച്ഛനിലേക്ക് തന്നെ കൊടുക്കുകയാണ്. ഇനി ഉള്ള സത്യം എന്ന് പറഞ്ഞാൽ, വെൻ യു ചേഞ്ച് യുവർ ഇൻറ്റേർണൽ റിയാലിറ്റി, നമ്മുടെ ബിലീഫ് സിസ്റ്റം ആവാം, നമ്മുടെ തോട്ട്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയാവാം, ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയാവാം, എക്സ്റ്റേർണൽ റിയാലിറ്റി വിൽ ഷിഫ്റ്റ് അക്കോർഡിംഗ്ലി.